ഹലോ ഗായ്സ്, ഇന്ന് നമുക്ക് ബിരിയാണി മന്തി എല്ലാം അങ്ങോട്ട് മാറി നിൽക്കണം. അമ്മാതിരി നമുക്കൊരു ചമ്മന്തി റെഡിയാക്കിയാലോ. അതിനു വേണ്ടി ഞാൻ ഗ്യാസ് സ്റ്റവ് ഓണാക്കി പാൻ വെച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുത്തു. ആദ്യമായിട്ട് കുഞ്ഞുള്ളി ഇട്ട് കൊടുക്കുന്നു കേട്ടോ. കുഞ്ഞുള്ളി പറഞ്ഞാൽ ചെറിയ ഉള്ളി നന്നായിട്ട് മൂത്ത് വരണം. അത് നമുക്കങ്ങനെ മാറ്റി വെക്കാം. അത് കഴിഞ്ഞ് നമുക്ക് വെളുത്തുള്ളി അതുപോലെ തന്നെ ചെയ്തെടുക്കാം. നന്നായിട്ട് കറുപ്പ് നിറം ആയി വരുന്നത് വരെ നമ്മൾ അത് വഴറ്റിക്കൊണ്ടിരിക്കണം. അതും നമ്മൾ മാറ്റി വെക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ വറ്റൽമുളകാണ് ഇട്ട് കൊടുക്കുന്നത്. അത് നല്ല കറുത്ത നിറാവുന്നത് വരെ വഴറ്റി അതും നമ്മൾ മാറ്റി വെക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ തക്കാളി വട്ടത്തിലരിഞ്ഞ് അത് നമ്മൾ നന്നായിട്ട് തിരിച്ചും മറിച്ചിട്ട് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കണം. നമ്മളെ ചെറുപ്പകാലങ്ങളിലൊക്കെ ഉമ്മ അതുപോലെ ഒരു ചമ്മന്തി നമുക്ക് ഉണ്ടാക്കി തരുമായിരുന്നു. ഉമ്മ ചെയ്തിരുന്നത് അടുപ്പിലൊക്കെ ഇട്ട് ചുട്ട് എടുത്തിട്ടൊക്കെയാണ് ഉണ്ടായത്. അതിന് ഭയങ്കര ടേസ്റ്റായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് വേറെ രീതിയിലൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ അതും റെഡി ആയിട്ടുണ്ട്. ബാക്കി വരുന്ന എണ്ണയിലേക്ക് നമ്മൾ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ പുളി കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു, അതും ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മൾ ഇത്തിരി ഉപ്പും കൂടി ആഡ് ചെയ്ത് അതും കൂടി നമ്മൾ ഈ റെഡിയാക്കി വെച്ച ഈ മിക്സിയിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മളെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്ന എല്ലാവരും ലൈക്ക്, കമൻറ്റ്, സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇനി ഇതൊന്ന് ചൂടാറി വരണം. ആ സമയം കൊണ്ട് നമുക്ക് കോഴിമുട്ട ആംപ്ലേറ്റ് അടിക്കാനുണ്ട്, അതുപോലെ പപ്പടം പൊരിക്കാനുണ്ട്. അത്താഴത്തിന് വേണ്ട സാധനങ്ങൾ ഇതൊക്കെയാണ് കേട്ടോ. നോമ്പിന് പുലർച്ചെ ഇറച്ചിയൊന്നും കഴിക്കാൻ വയ്യ, ഇങ്ങനെയുള്ള ഫുഡൊക്കെയാണ് എനിക്ക് ഇഷ്ടം കേട്ടോ. അപ്പോൾ നമ്മളെ മിക്സ് നമ്മൾ റെഡിയാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ കൈ കൊണ്ട് തന്നെയാണ് മിക്സ് ചെയ്യുന്നത്. നമ്മൾ നാട്ടിലാണെങ്കിൽ ഉമ്മ അമ്മിയിലൊക്കെ ഇട്ടിട്ട് അരച്ച് തരും. നമ്മൾ റാസൽ കൈമെന്നാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ കൈ കൊണ്ട് തന്നെ അത് മിക്സ് ചെയ്തിട്ട് നമ്മൾ ചമ്മന്തിയാക്കി മാറ്റിയിട്ടുണ്ട്. പിന്നെ മിക്സിയിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സുഖം പോവും. അതുകൊണ്ട് ഇതാ നല്ലത് കേട്ടോ, നമുക്ക് കഴിക്കാനുള്ളതല്ലേ. അപ്പോൾ പയ്യനക്ക് അങ്ങോട്ട് നന്നായിട്ട് വാരി കൊടുത്തു. അവനക്ക് നല്ല ഇഷ്ടമായി എന്നാണ് പറഞ്ഞത്. പിന്നെ ഞാൻ കഴിച്ചപ്പോഴും എനിക്കും അത് നല്ലൊരു വെറൈറ്റി ടേസ്റ്റ് ആയിട്ടാണ് തോന്നിയത്. നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തിട്ട് വിവരങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ വന്നിട്ട് അറിയിക്കാം കേട്ടോ. അപ്പോൾ നോമ്പിന് നമുക്ക് പുലർച്ചെ ഫുഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഹെവി ആയിട്ടൊന്നും പറ്റില്ല. നമുക്ക് ഇതുപോലുള്ള പപ്പടം, ഉപ്പേരി, മോര് കറി, എന്താ പറയുക, താളിപ്പ്, ഇങ്ങനെയുള്ള കറികളും കൂട്ടാനുകളൊക്കെയാണ് നമുക്ക് വേണ്ടത് കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്ന എല്ലാവരും ലൈക്ക്, കമൻറ്റൊക്കെ ചെയ്യുക, സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഓക്കെ, വീണ്ടും വരാം മറ്റൊരു വീഡിയോയുമായി. ഓക്കെ, ബൈ.